I think the main concern today is നമ്മൾ ഒത്തിരി connected ആ. We are too much connected with everyone around, distant relative, politics, actors, actress. Up we have a lot of information just because of this one gadget in our hand. അങ്ങനെ ആവുമ്പോൾ do you think the relationship inside the house with our own family members, that is not getting the quality time? ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. അതായത് നമ്മൾ പഴയ കാലത്ത് നമ്മളെല്ലാവരോടും നേരിട്ട് മിണ്ടിക്കൊണ്ടിരുന്നത്. നോട്ട് ത്രൂ ഫോൺ, നോട്ട് ത്രൂ മീഡിയ ഓർ മീഡിയം. നോ വി നീഡ് എ മീഡിയം. വി ടെക്സ്റ്റ്, വി ടോക്ക്, വി മേക്ക് വീഡിയോ കോൾ. ദർസ് എ മീഡിയം. ഒരു മീഡിയം വരുമ്പോൾ അതൊരു മറയാണ്. മറ മീൻസ് ദർ ഇസ് എ ഹിൻഡ്രൻസ്. സോ വി ഡോണ്ട് ടോക്ക് ഡയറക്റ്റ്. സോ കുറച്ച് ഇപ്പം ശീലമാകും. അത് ശീലമായി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ അതില്ലാതെ പറ്റില്ല. ആ മീഡിയം വേണം. അപ്പം നേരിട്ട് കൊണ്ടുപോകുമ്പോൾ ഐ ഹാവ് ടു ലുക്ക് അറ്റ് യുവർ ഐസ്, ഐ ഹാവ് ടു സീ യുവർ ബോഡി പോസ്റ്റേഴ്സ്, എക്സ്പ്രഷൻസ്. ഇത് വേണ്ടല്ലോ. അപ്പം പീപ്പിൾ ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഡൂയിങ് ദിസ് ഗാഡ്ജറ്റ്സ്, മൊബൈൽ, മറ്റെന്ത്. പക്ഷേ ദ പ്രോബ്ലം ഈസ് ആ പഴയ കമ്മ്യൂണിക്കേഷൻ പോയി എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യമാണ്, ആ കമ്മ്യൂണിക്കേഷനും വേണോ? സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ആ കമ്മ്യൂണിക്കേഷൻ ആണ് റിയൽ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ബ്രെയിനിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ അതിനെ പറ്റൂ നമുക്ക്. അതായത് ഇന്നും അത് തന്നെ വേണം. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. നടന്നു പോണേ കാല് തന്നെ വേണം. വി ഹാവ് വെഹിക്കിൾസ്, വി ഹാവ് സൈക്കിൾസ്, വി ഹാവ് കാർസ്. പക്ഷേ ടു മൂവ്മെന്റ്, ബേസിക്കലി ടു ഗെറ്റ് ഇൻ ടു ദ കാർ യു നീഡ് എ ലെഗ്, ടു റൈഡ് എ സൈക്കിൾ യു നീഡ് എ ലെഗ്. Same way, to have a better communication and family life, mobile is helping you. Definitely, it is a medium. പക്ഷേ we need to talk. അതായത് അതിനുവേണ്ടി മെക്കാനിസം കണ്ടുപിടിക്കണം. that can contribute. ഓക്കെ, ഇതായത് എൻ്റെ ഒരു ഒപ്പീനിയൻ ഇങ്ങനെയാണ്. ഗാഡ്ജറ്റ് ഉള്ളത് കൊണ്ട് എല്ലാം അത് കൂടെ വേണ്ട. ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തണം. ഗാഡ്ജറ്റ്സിന് അവോയ്ഡ് ചെയ്യാൻ പ്രയാസമായി. നമുക്ക് ഡിപ്പെൻഡ് ഓൺ ദിസ്. പക്ഷെ ഇന്റൻഷനൽ, അതായത് ഹെൽത്ത് പ്രൊഫഷണൽ. So you do exercise intentionally, get up early morning, intentional. You live in a world with a lot of fat food, lot of saturated food. You keep your health by taking initiatives for you orient your brain and body accordingly. The same way, നമ്മുടെ ജീവിതത്തെ ഓറിയന്റ് ചെയ്യണം. സ്ക്രീൻ ഇല്ലാത്ത ഒരു സമയം, മൊബൈൽ ഉപയോഗിക്കാത്തൊരു ദിവസം, ടി വി വേണ്ടാത്തൊരു ദിവസം, അല്ലെങ്കിൽ അങ്ങനെ ഗാഡ്ജറ്റ്സ് മാറ്റി വെച്ചിട്ട് ശീലിപ്പിക്കണം. കാര്യം ഇത് മനസ്സിൽ വെക്കുക, കാല് വേണം സൈക്കിളിൽ കയറാൻ, കാല് വേണം കാർ ഓടിക്കാൻ, കാല് നെസസറി ആണ്. അല്ലെങ്കിൽ ഒരു ഹാൻഡിക്യാപ്ഡ്, ലെഗ് ഇസ് നെസസറി. ഈവൻ എയർപ്ലെയിൻ ഇസ് ഗുഡ്, ഇറ്റ് വിൽ മേക്ക് യു റീച്ച് സംവെയർ വെരി ഫാസ്റ്റ്. പക്ഷേ യു നീഡ് ബേസിക് സ്റ്റഫ് ഈസ് യുവർ ലെഗ്. സോ ഡോണ്ട് കട്ട് ഓഫ് യുവർ ലെഗ്. സോ ഡോണ്ട് കട്ട് ഓഫ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നേരിട്ട് മിണ്ടുന്നത്, ഐ ടു ഐ മിണ്ടുന്നത്, വഴക്കുണ്ടാക്കുന്നത്, സ്നേഹം പങ്കുവെക്കുന്നത്, ടാറ്റ് ചെയ്യുന്നത്, ബോഡി ടച്ചിങ്, ഇതൊക്കെ ബേസിക് കാര്യം. അത് കട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു ഉത്തരം. സെയിം തിങ്. വാട്ട് ഐ ഫീൽ ഇസ്, നമ്മൾ പുറത്തുള്ള ആൾക്കാരുടെ അടുത്തൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക ബിക്കോസ് ഓഫ് ദിസ് ഫോൺ. ഹാപ്പി ബർത്ത്ഡേ, ഒരു വീഡിയോ കോൾ ചെയ്തു. പക്ഷെ യുവർ പ്രയോറിറ്റി ഷുഡ് ബി ദ പീപ്പിൾ ഹു ആർ ഇൻസൈഡ് ദ ഫാമിലി. മറ്റുള്ളവരായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് വീട്ടിലുള്ളവരുടെ അടുത്തുനിന്ന് റിലേഷൻഷിപ്പ് അകലെ പോവുകയാണെങ്കിൽ അത് ശരിയാണ്. ചോദിച്ചതിന്റെ അർത്ഥം അതാണ് അല്ലേ. ഈ വീട്ടിലുള്ളവര് നമ്മൾ എന്നും കാണുന്നവർ, നമ്മുടെ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, നമ്മുടെ ഒരു ബ്രെയിന് when we eat biryani every day, what happens? You lose the interest and tired. Biryani is good only. The same way, നമ്മൾ ഇങ്ങനെ എന്നും ബിജുവിനെ കാണുന്നു, എവറി ഡേ യു സീയിങ് ബിജുസ് ഫേസ് എവറി ഡേ. കുറച്ച് കഴിയുമ്പോൾ there is a tiredness in the brain. It is natural. Same person, same thing, same faces, same. അപ്പം നമ്മുടെ ഒരു സസ്പെൻസ് പോയി കഴിഞ്ഞു. അപ്പം he tried all his suspenses in your life. അതായത് ആവനാഴിയിലുള്ള അമ്പെല്ലാം എടുത്ത് ചെയ്ത് കഴിഞ്ഞു, ഇനി തീർന്നു പോകും. ദാറ്റ്സ് എ നാച്ചുറൽ ലോ. ഇറ്റ് വിൽ ഡ്രെയിൻഡ് ഔട്ട് സ്ലോലി. അപ്പം വാട്ട് വി ഷുഡ് ഡു ഈസ് വി ഷുഡ് try to find out new methods. So what you said is correct.
trying to have a space without gadgets, യെസ്. involving in physical activities, games, outing, conscious decision. Saturday first half phone എടുക്കത്തില്ല എന്നുള്ളത്. കോൺഷ്യസ്, ഇതൊന്നും തന്നെ സംഭവിക്കില്ല. ഈ വി വിൽ ഫീൽ ലൈക്ക് സിറ്റിംഗ് വിത്ത് ഫോൺ 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 ഫോൺ. ഇവിടെയാണ് ടൈം ടേബിൾ ഉണ്ടാക്കണം. വീക്ക്ലി, മന്ത്ലി, ഡെയിലി ടൈം ടേബിൾ ഉണ്ടാക്കി എക്സിക്യൂട്ട് ചെയ്യണം. അതിനുവേണ്ടി ഫാമിലി ഓറിയന്റ് ചെയ്യണം. ഇതാണ് കൗൺസിലിംഗ്. ഞങ്ങളുടെ ചെയ്യുന്ന ജോലി ഇതാണ്. വി ട്രെയിൻ ഓർ വി എക്വിപ്പ് ദ പേഴ്സൺ ഓർ ഇൻഡിവിജ്വൽ ഫോർ കോൺഷ്യസ് എന്റർടൈൻമെന്റ്. അല്ലെങ്കിൽ ഇത് തന്നെ നമ്മൾ ചെയ്യൂല. അപ്പോൾ കമ്മിങ് ബാക്ക് ടു യു, ഔട്ട്സൈഡ് ദ ഫാമിലി ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പക്ഷേ ഇൻസൈഡ് ദ ഫാമിലി ആണ് മോർ ഇമ്പോർട്ടൻറ്റ്. ഔട്ട്സൈഡ് ഫാമിലിക്ക് മറ്റു പലരും ഉണ്ട്. സ്മിതയുടെ ഹസ്ബൻഡ് ബിജുവിന് സ്മിതയേ ഉള്ളൂ ബേസിക്കലി, ഓർ ബിജുവിന് സ്മിതയേ ഉള്ളൂ ബേസിക്കലി. അപ്പൊ ഇവിടെ ബിജു ഒറ്റയ്ക്കാവാൻ പാടില്ല. ബിജുവിന് എന്റർടൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പം ബിജുവിന് ഇഷ്ടമുള്ള കാര്യം കണ്ടുപിടിക്കണം, പോകണം. അപ്പൊ there will be at least a 20 list of items. Start from 1, 2, 3, 20 കഴിയുമ്പോൾ you restart from 20. So restart from 1. അറ്റ്ലീസ്റ്റ് അത്രയിലും ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് തീരുമ്പോൾ നമുക്ക് മടുപ്പ് ഒഴിവാക്കാം. മിണ്ടാതിരിക്കുക, അപ്പം ഈ സംസാരം നിന്നു പോകുന്ന അവസ്ഥയൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. സോ ഇൻ ഷോർട്ട്, ഫാമിലി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിബഡി. We call it that extended church, community, cousins, friends, all these people, extended families. First priority should be for husband, wife, children, parents, dear ones. You definitely will have a dear and near ones like best friends. Yes. Okay, but still that is how the mechanism should be എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പം ഇത് കാണുന്നവരോട് പറയാനുള്ളത്, പ്രയോറിറ്റി ഫാമിലിക്ക് തന്നെ കൊടുക്കണം. നമ്മൾ അറിയാതെ മറ്റുള്ള പലതിനും പ്രയോറിറ്റി കൊടുത്തു പോകും. അപ്പം ഇവിടെ എന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഭാര്യ ഉണ്ടാകും. എൻ്റെ മക്കള്, ഞാൻ അവരുടെ ലോകം. ഞാൻ അവരെ പുറത്ത് കൊണ്ടുപോയി വേറെ ആരും കൊണ്ടുപോകില്ല. ഞാൻ അവരെ എന്റർടൈൻ ചെയ്യില്ല, വേറെ ആരും ചെയ്യില്ല. സോ ഇറ്റ് ഈസ് മൈ ഫസ്റ്റ് പ്രയോറിറ്റി ഇസ് ഫാമിലി, ദെൻ അതർ പീപ്പിൾ എന്നുള്ളതാണ് പറയാനുള്ളത്.